നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 3 രാത്രി 9:53 PM ബുധൻ മകരം രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്ക് രാശി മാറുന്നു. അതായത് ശനിയുടെ സ്വക്ഷേത്രമായ കുംഭൻ രാശിയിലേക്ക് എന്ന് പറയുമ്പോൾ ബുധനും ശനിയും മിത്രഗ്രഹങ്ങളാണ്. അപ്പോൾ ബുധന് കൂടുതൽ പവർ ഉണ്ടാവും. ഓക്കെ, അതിൽ തന്നെ മകരവും കുംഭമാണ് ശനിയുടെ സ്വക്ഷേത്രം. അതിൽ തന്നെ കുംഭൻ രാശിയിൽ നിൽക്കുന്ന ശനിക്കും മിത്രഗ്രഹങ്ങൾക്കുമാണ് കൂടുതൽ പവറുള്ളത്. അപ്പോൾ ബുധൻ ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ഏകദേശം 6 രാശിക്കാണ് നേട്ടങ്ങൾ വരിക. ഓക്കെ, അതിൽ തന്നെ ഞങ്ങൾ 3 സെലക്ട് ചെയ്യുന്നു, ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്ന രാശികൾ. അതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ഞങ്ങൾക്ക് ദക്ഷിണ പോലെ സബ്സ്ക്രിപ്ഷൻ ദയവായി നൽകാം. ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ്. വാട്സാപ്പിൽ ബന്ധപ്പെടുക, ഫോൺ കാൾ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ ഈ ബുധൻ അനുകൂലമാകുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ഏകദേശം അറിയാം. അതായത് ഈ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ നേട്ടങ്ങളുണ്ടാവും. കൂടാതെ ഈ സംസാര കലയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടമായിരിക്കും. അതായത് അഡ്വക്കേറ്റുമാർ, അധ്യാപകർ, കലാകാരന്മാർ, പിന്നെ രാഷ്ട്രീയക്കാർ, പിന്നെ ബിസിനസ്സുകാർ, ബിസിനസ് എക്സിക്യൂട്ടീവ്സ്, സെയിൽസ് ഗേൾസ്, സെയിൽസ്മെൻ, അതുപോലെ തന്നെ കലാകാരന്മാർക്ക് എന്ന് പറയുമ്പോൾ ഗായകർക്കും ഒക്കെ നേട്ടമായിരിക്കും പൊതുവെ. കൂടാതെ തീർച്ചയായിട്ടും ഈ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സിൽ ഏർപ്പെട്ടവർ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ നേട്ടമാണ്. പിന്നെ സാധാരണ ഈ പേന, പുസ്തകം, അങ്ങനെയൊക്കെയുള്ള വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ നേട്ടമാണ്. അതുപോലെ ഈ മാധ്യമ പ്രവർത്തകർക്കും നേട്ടമാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഈ ബുധൻ മാത്രം അനുകൂലമായിട്ട് കാര്യമില്ല, മറിച്ച് മറ്റ് ഗ്രഹങ്ങളുടെ എല്ലാം സപ്പോർട്ടോടുകൂടി ബുധൻ കുംഭൻ രാശിയിൽ ശനിയുടെ സ്വക്ഷേത്രത്തിൽ മിത്ര രാശിയിൽ നിൽക്കുമ്പോൾ ഉള്ള നേട്ടങ്ങൾ ഞങ്ങൾ 3 രാശിക്കാരെ ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ രാശി എന്ന് പറയാൻ മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ബുധൻ വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവർക്ക് നേട്ടമാണ് ബുധൻ്റെ രാശി മാറ്റം കൊണ്ട്. കൂടാതെ മേടം രാശിക്ക് സർപ്പം അഥവാ രാഹു, അതുപോലെ തന്നെ ശിഖി അഥവാ കേതുവും അനുകൂലമായിട്ട് നിൽക്കുന്നു. കൂടാതെ കർമ്മഭാവത്തിൽ സൂര്യനും ചൊവ്വയും അനുകൂലമായിട്ട് നിൽക്കുന്നു. ഇവർക്ക് മേടം രാശിക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളത് ശനി മാത്രമാണ്. അപ്പോൾ ശനിയാഴ്ച ഇവർ തീർച്ചയായിട്ടും ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തിയിരിക്കണം. പറ്റുമെങ്കിൽ വ്രതം എടുത്ത്. 7 ശനിയുടെ തുടക്കമാണ്. ഓക്കെ, അപ്പോൾ ഇവർക്ക് 11ാം ഭാവത്തിൽ ബുധൻ വന്നതുകൊണ്ട് ആദ്യം ഞാൻ പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമേ ഇവർക്ക് ധനവരവ് കൂടിയിരിക്കും. അതുപോലെ തന്നെ എല്ലാ രംഗങ്ങളിലും
ഇവർക്ക് ഈ ബുധൻ്റെ ഒരു അനുകൂല ഭാവം കൊണ്ട് പൊതുവെ എല്ലാ രംഗങ്ങളിലും ഇവർക്ക് നേട്ടം ഉണ്ടാവുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ധനവരവ് കൂടിയിരിക്കും. അങ്ങനെ മേടം രാശി. ഓക്കെ, ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് ഇടവൻ രാശിയാണ്. ഇടവൻ രാശിക്ക് 10ാം ഭാവത്തിൽ, കർമ്മഭാവത്തിലാണ് ബുധൻ വരുന്നത്. അപ്പോൾ ഇവർക്ക് നേരത്തെ തന്നെ ശനിയും വ്യാഴവും ശുക്രനും ഒക്കെ അനുകൂലമാണ്. അതുകൂടാതെ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇവർക്ക് ബുധൻ്റെ രാശിമാറ്റം ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ് ഇവർക്ക് കൂടുതൽ ലഭിക്കുക. ഞാൻ പറഞ്ഞു, പല വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ ചെയ്യുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ തൊഴിൽപരമായിട്ടാണ് ഇവർക്ക് പ്രധാനമായിട്ടും നേട്ടമുണ്ടാവുക. ഇടവൻ രാശി എന്ന് പറഞ്ഞാൽ കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഓക്കെ, ഇത് കൂടാതെ ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് 4ാം ഭാവത്തിലാണ് ബുധൻ രാശി മാറുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമേ ഇവർക്ക് 4ാം ഭാവം സൂചിപ്പിക്കുന്നത് എന്താണ്? മാതാവ്, ഗൃഹം, വാഹനം, കൂടാതെ സുഖസ്ഥാനം. അപ്പോൾ ചുരുക്കത്തിൽ ശാരീരികവും മാനസികവുമായിട്ട് ഉള്ള ഒരു സ്വസ്ഥത നിങ്ങൾക്കുണ്ടാവും പ്രധാനമായിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ മാതാവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല കാര്യങ്ങൾ നടക്കും. അമ്മയ്ക്ക് അസുഖബാധിതയായിട്ടിരിക്കുകയാണെങ്കിൽ അല്പം ആശ്വാസം ഈ അസുഖത്തിനുണ്ടാവും. കൂടാതെ നിങ്ങൾക്ക് മാതാവിൽ നിന്നും നിരവധി തരത്തിലുള്ള നേട്ടങ്ങളുണ്ടാവും. പിന്നെ വീടുമായിട്ട് ബന്ധപ്പെട്ട് വീട് പണിയുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കൂടുതൽ നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നു പോകും. അതുകൂടാതെ അറ്റകുറ്റപ്പണികൾ വല്ലതും ഉണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു സമയം ഇവർക്ക് അവസരമൊരുക്കി വരും. കൂടാതെ വാഹന ലാഭം എന്ന് പറയുമ്പോൾ തീർത്ഥയാത്രകൾക്ക് സാധ്യതയുണ്ട്. അതുകൂടാതെ ഇവർക്ക് ചൊവ്വയും അനുകൂലമാണ്. അപ്പോൾ ഈ വാഹന ലാഭം നമുക്ക് ഉറപ്പിച്ച് പറയാം. ഓക്കെ, അപ്പോൾ വൃശ്ചികം രാശിക്ക് ഈ ആദ്യം പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമെ ഈ രീതിയിലുള്ള ഈ രംഗങ്ങളിലും നേട്ടങ്ങൾ കൂടുതലുണ്ടാവും. പിന്നെ ബുധൻ ഒരു ശുഭഗ്രഹമാണ്. അത് അത്യാവശ്യം പ്രതികൂലമായിട്ട് നിന്നാലും വലിയ കുഴപ്പമൊന്നും വരത്തില്ല. അത് നേട്ടം ഉണ്ടാകുന്ന 6 രാശിക്കാരിൽ ഈ 3 രാശിക്കാർക്ക് കൂടുതൽ നേട്ടമാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ പറഞ്ഞ രാശികൾക്ക് പുറമേയുള്ള 9 രാശിക്കാർക്കും ഒന്നുകിൽ നേട്ടമോ അല്ലെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലവും ആയിരിക്കും കിട്ടുക. എന്തായാലും ഈ പറഞ്ഞ രാശിക്കാർക്ക് മാത്രമല്ല, വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.